അർജുൻ ആൻഡ് ശാലിനി ഞങ്ങളുടെ ജനറേഷനിലെ ആദ്യത്തെ ലവ് മാരേജ്. ഉള്ള അഡ്വഞ്ചേഴ്സ് ഒന്നും പോരാഞ്ഞിട്ട് അവർ സ്വന്തമായിട്ടൊരു ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ന്യൂജൻ പിള്ളേർക്കെല്ലാം പ്രായമായെന്ന് അറിയിക്കാനായിട്ടൊരു ഐറ്റം, ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ ബേബി. ഈ വീഡിയോ അവനെ ഞങ്ങൾ വെൽക്കം ചെയ്ത ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇന്ന് ബേബിയുടെ 4th ഡേ ആണ്. സോ ആസ് സ്വയം പ്രഖ്യാപിത ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ, ഞങ്ങൾ ബേബിക്കും ബേബിയുടെ പാരൻസിനുമായിട്ട് ഒരു ചെറിയ സർപ്രൈസ് വെൽക്കം ഹോം പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ വന്നേക്കുവാണ്. നമ്മൾ ഇതിന്റെ മൊത്തത്തിൽ സെറ്റപ്പ് ഒന്ന് നോക്കണേ. അത് കൊള്ളാലോ. അടിയിൽ നമുക്ക് തുണി സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീട് നിറച്ച ആളായി. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സും കസിൻസും എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ മോറ് വാചകം, ലെസ് പണിയെടുക്കൽ ആൻഡ് എക്സ്ട്രീം തീറ്റയുമായിട്ട് ന്യൂ ബോൺ പാരൻസിനെ വെയിറ്റ് ചെയ്തിരിക്കണേണ്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒളിച്ചിരിക്കണേണ്. അപ്പോൾ അവരിനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കണേണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. Come on, welcome. ഈ ഓലപ്പാട്ട് മാറ്റണല്ലോ. കേക്ക് എങ്ങനെയായപ്പോഴത്തേക്കും സോ വി ആർ ഓഫ് ടു അവർ നെക്സ്റ്റ് അഡ്വഞ്ചർ. ഇന്ന് ബേബിയുടെ 20th ഡേ ആണ്. ആൻഡ് നമ്മളിപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ടിനാണ് പോകാൻ പോണത്. അതിനു മുമ്പ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കൂടെ അടിച്ചിട്ടായിരിക്കും നമ്മൾ ഫോട്ടോഷൂട്ടിന് പോണത്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ദേപുട്ടിലാണ് പോണത്. ബൈ ദ വേ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം അറ്റ് ദേപുട്ട്. ചേട്ടൻ ആൻഡ് ചേച്ചി സീരിയസ്ലി ഇൻവോൾവ് ഇൻ ദ പാരന്റൽ ഡ്യൂട്ടീസ്. ആൻഡ് ബേബി ഉണ്ടായ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവരെ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഇവർ പണിയെടുത്തോണ്ടിരിക്കണായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയിലോട്ട് കടന്നു. ഞാനൊരു വലിയ പുട്ട് സ്നേഹി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത്. ആൻഡ് ഐ ഹാവ് ടു സേ മൈ കറന്റ് ഫേവറേറ്റ് ബിരിയാണീസിൽ ഫസ്റ്റ് വൺ റഹ്മാനിയ മട്ടൻ ബിരിയാണി ആൻഡ് നെക്സ്റ്റ് ഡേ ഈ കഴിക്കണ ബിരിയാണിയാണ്. കറക്റ്റ് എൻ്റെ ടേസ്റ്റ്. ചെറിയ അരി, അടിപൊളി മസാല. ശാലിനി എങ്ങനെ ഇഷ്ടപ്പെട്ടാ? നല്ല ഉറക്കമാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഇതൊരു വെരി സ്പെഷ്യൽ ആൻഡ് ഡെലിക്കേറ്റ് ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്ന ലിറ്റിൽ പാംസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലാണ് വന്നേക്കണേ. ഇതൊക്കെ അവിടെയുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ക്യൂട്ട് എയ്സറ്റിക് പ്രോപ്സ് ആണ് കേട്ടോ. ഐ ഈവൻ ട്രൈ ടു അടിച്ചുമാറ്റൽ ബട്ട്. അപ്പോഴേക്ക് ഇവർ ഉടുപ്പൊക്കെ ഒരു സെറ്റായി. നമ്മൾ ആക്ച്വലി എത്രതിന് മുമ്പ് തന്നെ ഒരു ഫസ്റ്റ് തീമിന് വേണ്ടിയിട്ടുള്ള പ്രോപ്സും സാധനങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് തീം. അതിൽ കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈവൻ ഒരു ഷോട്ടിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ ഇവൻ ചിരിക്കുന്ന ഒരു ഷോട്ടും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻ ടോട്ടൽ 3 തീമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്ന് ഉറങ്ങിയാലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവനാണെങ്കിൽ ഒരു വിധത്തിലുള്ള സഹകരണം ഉണ്ടായില്ല. ഓരോ തീം കഴിയുമ്പോഴും എണീക്കും, പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. പക്ഷേ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺസ് ഒക്കെയാണ് ഈ കുരുപ്പൻ എന്ന് പഠിപ്പിച്ചത്. ചേട്ടനും ചേച്ചിയും കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകാന്ന് പറയുമ്പോൾ അതിനെന്താ പോവാലോ എന്ന് പറഞ്ഞ് ഓടിക്കേറിയതാ. പക്ഷെ എന്നെ ക്ഷമ പഠിപ്പിക്കാനായിരുന്നു ഈ കുരുപ്പിൻ്റെ ഉദ്ദേശമൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സെക്കൻഡ് തീമും കഴിഞ്ഞ് തേർഡ് തീം ആയപ്പോഴേക്കും ആൾ ഇതുവരെ കാണിക്കാത്ത എക്സ്പ്രഷൻസ് എല്ലാം ഇട്ടു തുടങ്ങി. എന്തായാലും കുറച്ച് സ്ട്രഗിളിന് ശേഷമാണെങ്കിലും നമുക്ക് കുറച്ച് അടിപൊളി ഫോട്ടോസ് കിട്ടി.
ബേബിയുടെ 28th ഡേ ആണ്, അതായത് 28 ചടങ്ങിൻ്റെ ദിവസമാണെന്ന്. ഒട്ടിക്കണ്ട. കൊച്ചിനെ ബഹിരാകാശത്തേക്ക് വിടാൻ പോയി, സ്പേസിലോട്ട്. ആസ്ട്രോണറ്റ് ആക്കാനാണ് പുള്ളിയുടെ ഉദ്ദേശം. കൊച്ചിനെ ഹാപ്പി ഹെൽപ്പേഴ്സ്. എന്നാ കൊച്ച കഴിക്കും. അല്ല ഫാൻ കൂട്ടിട്ടോ കൂട്ടിട്ടോ. Nice, how was the food? എടാ അപ്പു നീ എന്തെങ്കിലും ഇരിക്കണേ? ആ അങ്ങനെ ഇരിക്കണ്ടേ. എടാ അങ്ങനെ ഇരിക്കണേ ചോക്ക. ആ ബിൽഡ് എന്താണ് ഇങ്ങനെ ഇരിക്കണേ? ശമ്പളം പിടിഞ്ഞിരുന്ന് വേണം കൂടെ ഇരിക്കേ. ശമ്പളം ഓട് മുന്നോട്. ആരായിരിക്കും? കാൽക്കുലേഷൻ ചെറുതായിട്ട് തെറ്റലുണ്ട് വിശ്വചേട്ടന്റെ. വെട്ട് മേടിച്ച് കൂട്ടിയൊക്കെ രണ്ടും തലേന്ന് ചെറിഞ്ഞിരിക്കണം.